ആൺമക്കൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ വേരറ്റുപോയി എന്നുള്ള ഒരു സങ്കല്പം, അങ്ങനെ ഒരു വിചാരം അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ചിലപ്പോൾ അങ്ങനെ പറയും, ആൺമക്കൾ ഇല്ലെങ്കിൽ അയാളുടെ വംശ പരമ്പര നിലനിൽക്കുകയില്ല എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ മക്കയിലെ സത്യനിഷേധികളായിട്ടുള്ള ആൾക്കാര് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റി. ശരിക്കും ഒരാളുടെ മക്കൾ മരണപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? അയാളുടെ സങ്കടത്തിൽ പങ്കുചേരും, ആശ്വസിപ്പിക്കും, കൂടെ നിൽക്കും. പക്ഷെ സ്വന്തം ബന്ധുക്കളായ നാം മനസ്സിലാക്കിയ അബൂലഹബിലെ അതുപോലെയൊക്കെയുള്ള ആൾക്കാർ പോലും സന്തോഷിക്കുക ചെയ്തത്. കണ്ടോ, മുഹമ്മദിന്റെ മക്കൾ മരിച്ചുപോയി, ആൺകുട്ടി മരിച്ചുപോയി, അതുകൊണ്ട് അവനെ കൊണ്ട് ഇനി വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല, അവന്റെ കാലശേഷം ഈ ഇസ്ലാമും ഇല്ലാതെയായി പോകും, കാരണം ഇത് കൊണ്ടു നടക്കാൻ മക്കളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ വേരറ്റുപോയി എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒരു മരത്തിന്റെ അടിവേര് മുറിഞ്ഞു പോയാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും എന്ന പോലെ വംശപരമ്പര, കുടുംബ പരമ്പര ഇല്ലാതെ മുഹമ്മദ് കുറച്ച് നാൾ കൊണ്ട് ഈ നാട്ടില് മറന്നു പോകുന്ന, വിസ്മരിക്കപ്പെട്ടവനായിട്ട് മാറും, അയാൾക്ക് കൂട്ടിനാരും ഇല്ലാതെയാകും, അതോടെ അയാളുടെ ഇസ്ലാമും അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു. അപ്പൊ അവിടത്തേക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സാഹചര്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ അവതരിപ്പിക്കുകയാണ്.